അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാകട്ടെ. ഒരുപാട് ഉദ്ദേശ്യങ്ങളുമായി നമ്മൾ ഇത്തരം മജ്‌ലിസുകളിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ക്രിയവിക്രയങ്ങളിൽ വളരെയധികം സമയങ്ങളും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ്. ഒരു ദിവസത്തിൽ 1000-ലധികം മിനിറ്റുകൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. നിസ്കാരങ്ങളിലൂടെ മറ്റു മജ്‌ലിസുകളിലൂടെ നമുക്ക് കിട്ടാവുന്നത് അധികം ആളുകളെയും സാധാരണക്കാരായ അല്ലെങ്കിൽ എന്നെ പോലത്തെ പല ആളുകൾക്കും ഒരു പക്ഷേ കിട്ടുന്നത് അല്ലാഹ് എന്ന ചിന്തയിലേക്ക് മാറ്റിവെക്കാൻ കിട്ടുന്നത് ഒരു പക്ഷേ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ആയിരിക്കും. ഇത്തരം മജ്‌ലിസുകൾ നമുക്ക് പ്രതീക്ഷയാണ്. ഓരോ മജ്‌ലിസുകളും കാലഹരണപ്പെട്ടു പോകുമ്പോൾ കാട്ടിക്കൂട്ടലുകളും മറ്റുമായി സമയം കഴിയുമ്പോൾ ഓരോ ഇബാദത്തിന്റെയും ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസ് ആണല്ലോ, ആത്മാർത്ഥതയാണല്ലോ. അത് കൈമോശം വന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ വേള എന്നോട് ആദ്യമായി കേൾക്കുന്ന നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഏത് സമയത്താണ് എനിക്കും നിങ്ങൾക്കും ഇഖ്ലാസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. നിങ്ങളാരും എന്നെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഞാൻ എന്നെ കുറിച്ചാണ് ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അടുത്തുള്ളവരെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച്, നാട്ടിലുള്ളവരെ കുറിച്ച്, മുതഅല്ലിമീങ്ങളെ കുറിച്ച്, മുദരിസന്മാരെ കുറിച്ച്, നാടന്മാരെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച്, ആരെ കുറിച്ചും ഇത്തരം വിഷയത്തിൽ ടെൻഷനാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ പോരായ്മ തീർക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അർവാഹുഹാ ഇഖ്ലാസ് അൽ-അഅ്മാലു സുവർ. നമ്മുടെ പ്രവർത്തനങ്ങൾ തക്ബീർ ചൊല്ലുന്നു, അതേപോലെ നിൽക്കുന്നു, പൊലിയുന്നു, അതിൽ നിന്ന് ഉയരുന്നു. ഈ രീതിയിൽ നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ അൽ-അഅ്മാലു സുവർ ഖായിമ, അമലുകളെല്ലാം നിൽക്കുന്ന, നമ്മളിൽ കാണപ്പെടുന്ന ചില രൂപങ്ങളാണ്. അർവാഹുഹാ, അതിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. ആത്മാവില്ലാത്ത വെറും ജഡങ്ങളായി എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ മറ്റു ഇതര ആരാധനാ കർമ്മങ്ങൾ മാറുമ്പോൾ ആ ജഡങ്ങൾ കൊണ്ട് എന്തു നേടാനാണ്? ആത്മാവില്ലാത്ത ജഡങ്ങൾ ആർക്കാണ് ആവശ്യമുള്ളത്? എത്ര പ്രിയപ്പെട്ട മനുഷ്യനാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, അല്ല തന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, റൂഹ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്റെ കൂടെ കിടക്കാൻ എനിക്ക് വേണ്ട, പറ്റിപ്പിടിച്ച് കിടക്കാൻ എന്റെ കൂടെ എന്റെ കുഞ്ഞിന് ഞാൻ കിടത്തില്ല, ഞാൻ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു കൊണ്ടുപോയ ഒരു രാത്രി എന്റെ കുഞ്ഞാണല്ലോ കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചും കിടത്തിയ പ്രിയപ്പെട്ട പിഞ്ചുമോൻ അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞ് ഒരു ദിവസം നമ്മിൽ നിന്ന് വിട പറയുമ്പോ ആരും എന്റെ കുഞ്ഞ് ആറടി മണ്ണിൽ പള്ളിക്കാട്ടിൽ ആരും കാണാതെ ഇന്നത്തെ രാത്രി അവിടെയാണല്ലോ കിടക്കുന്നത്. അല്പനേരം ഉമ്മയെ കണ്ടില്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ച് വാവിട്ട് കരഞ്ഞിരുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഇന്ന് ഒറ്റക്ക് കിടക്കുകയാണ്. ഒരൊറ്റ ഉമ്മയും നിലവിളിച്ചുകൊണ്ട് ഖബർസ്ഥാനിൽ പോയി ഖബറിന്റെ മുന്നിൽ
ഇരിക്കുന്നില്ല. ആ രാത്രിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ അവിടെ കൂട്ടിരിക്കുന്നില്ല. ആ ഖബറിന്റെ ഇടയിൽ എവിടെയെങ്കിലും ചെന്ന് കിടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ ഒറ്റക്കാണ്, അവിടെ ഇരുട്ടാണ്, അവിടെ ആരുമില്ല. വിളിച്ചു കരഞ്ഞാൽ കേൾക്കാൻ ഭൂമിലോകത്തേക്ക് ഒരു വഴിയുമില്ല. പുറത്തേക്ക് വരാനുള്ളൊരു മാർഗങ്ങളില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ലത്, ഞാൻ ഓർത്തിട്ടില്ലത്. ഇതല്ലേ ഈ ഭൗതിക ലോകത്തുള്ള ഒരവസ്ഥ. അർവാഹ് നഷ്ടപ്പെട്ടാൽ, റൂഹ് നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സർവ്വ ഇബാദത്തുകളും അത് മുഴുവനും ഇഖ്ലാസാണ്. ആ ഇഖ്ലാസുള്ള അമലുകളുണ്ടെങ്കിൽ അതിന്റെ ആത്മാവെന്ന് പറയുന്നത് ഇഖ്ലാസാണ്. ആത്മാവില്ലാത്ത ഒരു ഇബാദത്തിനും സ്വീകാര്യതയില്ല. എന്താണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തികൾ അത്രയും എന്റെ റബ്ബ്, ആ റബ്ബ് കാണണം, ആ റബ്ബിന്റെ മുന്നിൽ നിർവഹിക്കപ്പെടുന്നു എന്ന ബോധം ഉണ്ടാവുക. തക്ബീർ ചൊല്ലി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ്. അതാ നമ്മൾ വജ്ജഹതു ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് പറയുന്നത്? അല്ലാഹു തആല ഇടയ്ക്ക് പിരിയാതെ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവാണ് എല്ലാത്തിനും മുകളിൽ, എല്ലാത്തിനും സമുന്നതൻ അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു സറണ്ടറാകുന്ന അവസ്ഥയിൽ ഇതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, രാജാവായ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഒതുങ്ങിയിരിക്കുകയാണ്. എനിക്കിവിടെ ഒന്നുമില്ല. എന്റെ സമ്പത്തോ, എന്റെ സൗകര്യങ്ങളോ, എന്റെ സ്വാധീനങ്ങളോ, എന്റെ സൗകര്യമോ, എന്റെ സൗകര്യങ്ങളോ ഒന്നും ആരുടെ മുന്നിലും ഒന്നിനും പറ്റാത്തതാണ്. രാജാതിരാജനായ റബ്ബ് തആല, ആ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്ന പ്രഖ്യാപനത്തിന്റെ മുന്നിൽ രണ്ട് കൈകൾ ഉയർത്തുന്നത് എന്തിനാണ്? ആ രണ്ട് കൈകൾ ഉയർത്തി നിങ്ങൾ കണ്ടില്ലേ? പല ആക്രമണ യുദ്ധ സാഹചര്യങ്ങളിൽ എതിർ സൈന്യത്തിന്റെ മുന്നിൽ കീഴ്പ്പെട്ടുകൊണ്ട് നിരായുധനായി ഇങ്ങനെ കൈകൾ ഉയർത്തി എന്റെ കയ്യിൽ ആയുധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ അതാ നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ, ഞാനിതാ അടങ്ങി, ഞാനിതാ ഒതുങ്ങി, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്, ഞാനതാ എല്ലാത്തിനും, എല്ലാ അർത്ഥത്തിലും കഴിവുകെട്ടവനാണ്, എല്ലാത്തിന്റെ മുകളിലും രാജാവായ യജമാനായ അല്ലാഹ് എന്ന ചിന്തയിൽ തക്ബീർ ചൊല്ലി വജ്ജഹതു വജ്ഹി. എല്ലാ നാടന്മാർക്കും അറിയും വജ്ഹ് എന്ന് പറഞ്ഞ മുഖമെന്ന, പക്ഷേ പറയുന്ന വാക്കെന്താ? വജ്ജഹതു വജ്ഹി, എന്റെ മുഖത്തെ ഞാൻ മുന്നണിയിച്ചു എന്നല്ല, മറിച്ച് ഇമാമിങ്ങൾ മുഴുവനും വിശദീകരിച്ചു. അല്ലാഹു തആലയുടെ മുന്നിൽ നമ്മൾ നാവ് കൊണ്ട് പറയുന്നത്, അല്ലാഹു തആലയുടെ മുന്നിലേക്ക്, അല്ലാഹു തആലയിലേക്ക് ഞാൻ എന്റെ ദാത്തിനെ, എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും എന്റെ ആത്മാവിനെയും സർവദാ സമർപ്പിക്കുകയാണ്. റബ്ബിലേക്ക് മുന്നണിയിച്ചു, തീർന്നോ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ്. ഈ ഭൂമികളെ, മണ്ഡഘടാകങ്ങളെ മുഴുവനും ഒരു പ്ലാനോ ഒന്നും ഇല്ലാതെ സൃഷ്ടിച്ചവനായ, ശൂന്യതയിൽ നിന്ന് സൃഷ്ടികർമ്മം ചെയ്തവനായ റബ്ബ് തആല, ആ റബ്ബിലേക്ക് ഞാനിതാ മുന്നണിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. തക്ബീർ ചൊല്ലി ശാന്തനായി നിൽക്കുകയാണ്. കീഴൊതുങ്ങിയ അടിമയെ പോലെ നിൽക്കുകയാണ്. ആ റബ്ബിനോട് പറഞ്ഞു തീർന്നില്ല. ഹനീഫ, സർവ വിഷയങ്ങളിലും, എല്ലാ ദുഷിച്ച മാർഗങ്ങളിൽ നിന്നും, എല്ലാ മതങ്ങളിൽ നിന്നും, എല്ലാ ഇസങ്ങളിൽ നിന്നും, എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും ഞാനിതാ മാറിയിട്ടുണ്ട്. ഹഖായ ദീനിലേക്ക് ഞാനിതാ ചാഞ്ഞിട്ടുണ്ട്. തീർന്നില്ല മുസ്ലിമാ, ഞാനൊരാത്തൊരു മുസ്ലിമായി. രണ്ടർത്ഥമുണ്ടതിന് കീഴ്പ്പെട്ടവനാണ്, വിധേയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ മുസ്ലിം എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഇസ്ലാമിനെ അംഗീകരിച്ചവനാണ്. ആ രീതിയിൽ ഒന്നുകൂടി ആണയിട്ട് പറയുന്നു. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത്
എന്റെ കൽബിൽ എന്താ ചിന്ത, ഈ പറയുന്ന ആശയം എന്റെ കൽബിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കളവല്ലേ? റസാലി ഇമാമിനെ പോലുള്ള ധാരാളം ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ജുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോൾ മോനെ കളവ് പറയില്ല. ഇഖ്ലാസില്ലാതെ പറയുന്ന വിഷയം ബോധമില്ലാതെ പറഞ്ഞാൽ ആദ്യമായി സുബഹിക്കണീറ്റിട്ട് കളവ് പറയാണോ റബ്ബിന്റെ മുന്നില്? വേണ്ട വേണ്ട, നിന്റെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പറയുന്നതിന്റെ ഒരു ആശയം പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നിന്റെ കഴിവിന്റെ പരമാവധി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നിന്റെ കഴിവിന്റെ പരമാവധി പറയുന്ന ആശയത്തോട് നീതി പുലർത്താൻ നീ ശ്രമിക്കണം. പൂർണ്ണമായും ഒരുപക്ഷെ നമ്മളെ പോലോന്നവർ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ കഴിവിന്റെ പരമാവധി നീ ശ്രമിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അങ്ങനെ റബ്ബിന്റെ മുന്നിലുള്ള ഓരോ കർമ്മങ്ങളിലും നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബിനല്ലാതെ എന്റെ ഒരു അമലുമില്ല, റബ്ബിലേക്കുള്ള സാമീപ്യമല്ലാതെ എന്റെ ഒരു വിഷയവുമില്ല. ആ രീതിയിലുള്ള ചിന്ത നമുക്ക് വേണം. അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഇബാദത്താകുമ്പോ വീട്ടിലാണെങ്കിലും ആൾക്കൂട്ടത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അല്ലാത്ത ഇടങ്ങളിലാണെങ്കിലും നമ്മുടെ ഇബാദത്ത് റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകും. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ആളുകൾ കാണുമ്പോൾ ഒരു കോലവും കാണാത്തപ്പോൾ മറ്റൊരു കോലം നമ്മുടെ ഇബാദത്തിന് വരില്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഇനി ആരെങ്കിലുമൊക്കെ തിരക്കിട്ട് നിൽക്കുന്നു ചൊല്ലാതെ നിസ്കാരം തരാൻ വേണ്ടി വേഗം പോയി എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് ആൾക്കാരുടെ കൂട്ടത്തിലാവുമ്പോൾ ഇല്ലെന്നില്ലാന്നാണ് മനസ്സിലാക്കണം. കാരണം തിരക്കിലുണ്ടാവും, പല വിഷയങ്ങളുണ്ടാവും. മഹാന്മാരായ ഇമാമികൾ പറയുന്നുണ്ട്, ഒരാളിൽ നിന്ന് വിപരീതമായ മേൽ കണ്ടാൽ എന്തെല്ലാം നല്ല സാധ്യതകൾ വെച്ചു കൊടുക്കാൻ കഴിയും അതൊക്കെ വെച്ച് നോക്കിയിട്ട് മതി വിലയിരുത്തൽ. അതല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. നമ്മളെപ്പോഴും മുഅ്മിനീങ്ങളെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കണം. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും. നമ്മളോട് പറയാൻ പറ്റുന്നുണ്ടോ എല്ലാ കാരണങ്ങളും? ഒരാൾ ജമാഅത്തിൽ ഒന്നില്ല, നമ്മളോട് പറയണമെന്നുണ്ടോ കാരണങ്ങൾ? എല്ലാ കാരണവും നമ്മൾ അറിയണം. നമ്മളാരറിയാൻ? ഒരാൾ ജമാഅത്തിൽ ഒന്നില്ല, നമ്മളെന്തിന് പറയണോ? ജമാഅത്തിന് വരാൻ പറയാം, അതിന് കുഴപ്പമില്ല. വരാത്തതിന് പറയണ്ട. കാരണം ഏതൊരു കാരണം ഉണ്ടെങ്കിലോ നമ്മൾ അറിയണം. എല്ലാ കാരണങ്ങളും പറയാൻ പറ്റൂല. ചില രഹസ്യമായ കാരണങ്ങളുണ്ടാവും, അവരോട് പറയാൻ പറ്റൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്. നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ ആഗ്രഹം കേടുവരുത്തേണ്ട. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓകെ ഉസ്താദ് എപ്പോഴും ദുആ ചെയ്യുന്ന ദുആ ആയിരുന്നു. അല്ലാഹുവോട് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദുമാർ പറഞ്ഞത് കേട്ടതാണ്. അവിടെ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു ബസ്ർ ബിഉയൂബി നഫ്സി, അല്ലാഹുവേ എന്റെ സ്വന്തം ന്യൂനത എനിക്ക് തന്നെ വെളിവാക്കി തരണം എന്ന് ദുആ. സ്വന്തം കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ നല്ല റൂഹുള്ള ഇബാദത്തായിരിക്കണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ പറയുന്ന ഞാൻ എന്നോടാണ് പറഞ്ഞത്, നിങ്ങളോട് ഉപദേശിക്കാൻ ഒരുപക്ഷെ ഞാൻ അർഹനല്ല. അല്ലാഹു തആല നമുക്ക് കഹലിയത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആധുനിക സമാൻ കാലഘട്ടം ഫസാദായി പോയിക്കൊണ്ടിരിക്കുകയാണ് നാൾക്കുനാൾ. വിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ പല കള്ളനാണയങ്ങളും രൂപപ്പെട്ട് ഒന്നിന്റെ മേൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പോലെയുള്ള പൂർവികരായ മഹാന്മാർ കൈമാറി തന്ന പരമ്പരകളായി കൈമാറി തന്ന വലിയ ദിക്റുകളുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ മദ്രസയിൽ നിന്നും അതേപോലെ ദർസുകളിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത കുറെ ഇബാദത്തുകളുണ്ട്. അത് തന്നെ കൃത്യമായി ഇഖ്ലാസോടെ നിർവഹിക്കുന്നു എങ്കിൽ മറ്റൊരു ഏതെങ്കിലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളടുത്തേക്ക് പോകേണ്ടതില്ല. നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 5 നേരത്തെ നിസ്കാരമുണ്ട്.
ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതേ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ആ നിസ്കാരം 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി ഒരാൾ മുഹാഫറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ഇഖ്ലാസോടെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് അല്ലാഹു നിസ്കാരം അവനെ തടയുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. ഇനിയോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ ഒരു മനുഷ്യന്റെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉപമ എന്താ പറഞ്ഞത്? നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന ഒരു പുഴയുണ്ട്. ആ ഒരു മനുഷ്യന്റെ വാതിലിന്റെ അരികിലൂടെ നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നിന്നത്തെ രാവിലെ എണീറ്റ് വൃത്തിയായി കുളിക്കുന്നു, അതാ വീണ്ടും കുളിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം 5 നേരം വൃത്തിയായി കുളിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇനി വല്ല അഴുക്കും ശേഷിക്കുമോ? വല്ല അഴുക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുമോ? ഇല്ല. സ്വഹാബത്ത് മറുപടി പറയുകയാണ്, ഉണ്ടാവുകയില്ല. എന്നാൽ അതുപോലെയാണ് ഇഖ്ലാസോടെ 5 വഖത്ത് നിസ്കാരവും ഒരാൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവില്ല, പാപങ്ങൾ ഉണ്ടാകില്ല. അറിയാതെ വല്ല പാപവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ നിസ്കാരങ്ങളെ കൊണ്ട് അത് മാപ്പ് ചെയ്യപ്പെടുന്നു. 5 നേരത്തെ നിസ്കാരം കൃത്യമായി ഭക്തിയോടെ നിർവഹിച്ചാൽ, ഹൃദയത്തിൽ നല്ല ഖുശൂ ഉണ്ടാകുന്ന രീതിയിൽ നിസ്കാരം നിർവഹിച്ചാൽ, പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല, പാപങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകില്ല. 5 നേരം നിസ്കരിച്ചിട്ടും എന്തോ തെറ്റുകൾ വരുന്നു. നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്, ഭക്തിയുടെ പ്രശ്നമാണ്, ഇഖ്ലാസിന്റെ പ്രശ്നമാണ്. കുറെ രൂപങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, കുറെ രൂപങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. നാളെ മഹ്ശറിലേക്ക് എത്തുന്ന സമയം ഒരുപാട് നിസ്കാരത്തിന്റെ പാണ്ഡവുമായി ചൊല്ലുമ്പോ റബ്ബ് തആല അവനതാ നമ്മുടെ നിസ്കാരം ചുരുട്ടിയിട്ട് നമ്മുടെ മുഖത്തേക്ക് എറിയുന്നു. നഊദു ബില്ലാഹ്. വല്ലാത്തൊരു രംഗം. പ്രതീക്ഷ മുഴുവനും കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? എന്തേ കാരണം? നിസ്കാരത്തിൽ ഭക്തിയില്ല, അതാ അടങ്ങി താമസിക്കുന്നില്ല. നിസ്കാരത്തിന്റെ സുരനുകളും മാതാവുകളും നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ അതാ ഒരു വലിയൊരു മഹാൻ പേര് ഞാൻ ഓർക്കുന്നില്ല. വലിയൊരു മഹാൻ നല്ലൊരു എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കിയിട്ട് നല്ല കൃത്യമായി നെയ്തെടുത്തൊരു വസ്ത്രം വിൽക്കാൻ നിൽക്കുകയാണ്. ആ വസ്ത്രത്തിന് ഒരു കുഴപ്പമില്ല എന്ന് വളരെ സസൂക്ഷ്മം പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹം വിൽപ്പന നടത്തുമ്പോ വസ്ത്രത്തെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി അവിടെ വന്നുകൊണ്ടതാ പരിശോധിക്കുന്നു. ഇമാം അബുൽ ലൈസ് സമർഖന്ദി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഇമാമിയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാ ആ വസ്ത്രം ഇങ്ങനെ പരിശോധിച്ചിട്ട് നോക്കി പറയാണ്, ഈ വസ്ത്രത്തിൽ ഇന്ന ന്യൂനതയുണ്ട്, ഇന്ന കുറവുണ്ട്, ഇന്ന ന്യൂനതയുണ്ട്. അപ്പൊ അദ്ദേഹം കരയുന്നു. കരഞ്ഞപ്പോ വന്നാള് കസ്റ്റമർ പറഞ്ഞു, നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഞാൻ വാങ്ങിക്കോളാം, നിങ്ങൾക്കുള്ള വില നൽകിയേക്കോ, വിഷയമാക്കണ്ട. പറഞ്ഞ സുഹൃത്തെ, ഞാൻ കരഞ്ഞത് നിങ്ങളെ ന്യൂനതകൾ കാണിച്ചു തന്നത് കൊണ്ടല്ല. ഈ ഒരു വസ്ത്രം ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഈ എല്ലാ ന്യൂനതകളിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ടാ നിർമ്മിച്ചിട്ടുള്ളത്, നെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ വസ്ത്രത്തെ കുറിച്ച് അറിയുന്ന നിങ്ങള് ഇതിൽ ന്യൂനത കണ്ടെത്തിയെങ്കിൽ എന്റെ യജമാനായ റബ്ബ് എന്റെ ഇബാദത്തിൽ എത്ര ന്യൂനതകൾ കാണിച്ചു തരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, ഞാനും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് കുറെ നിസ്കാരം പറയാനുണ്ടല്ലേ,
ചോദിക്കുന്നു, ഒരു മുതഅല്ലിമായ ഞാൻ റബ്ബിന്റെ അരികിലേക്ക് ചെല്ലുമ്പോ അതാ എന്താണോ നിന്റെ ജീവിതത്തിൽ ചെയ്തത്, ഞാൻ പറയും 5-ാമത്തെ വയസ്സിൽ എന്റെ ബാപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ മദ്രസയിൽ ചേർത്തിയത് മുതൽ അലിഫ് മുതൽ ഞാനതാ നിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടവനാണ്. ഞാൻ ഒരുപാട് വർഷം ദർസിലും മദ്രസയിലും അടക്കം 20-ലധികം വർഷം ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട്. അതാ ഇത്ര കാലം ഞാൻ നിന്റെ വചനത്തിന് വേണ്ടി ദീന് പ്രചരിപ്പിച്ചിട്ടുണ്ട്, വഅദ് പറഞ്ഞിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്. റബ്ബിന്റെ മുന്നിൽ ഞാനിത് പമ്പോടെ പറയുമ്പോ റബ്ബ് പറയുന്നു, കദബ്ത, നീ പറഞ്ഞത് കളവാണോ. നീ ഇൽമു പഠിച്ചിട്ടുണ്ട് ശരിയാണ്, ദർസ് നടത്തിയിട്ടുണ്ട് ശരിയാണ്, ഇൽമു പ്രചരിപ്പിച്ചിട്ടുണ്ട് ശരിയാണ്, പക്ഷേ അല്ലാഹുവിന്റെ പൊരുത്തത്തിനല്ലേ പറഞ്ഞത്. ആ പറഞ്ഞത് കളവാണോ. നീ വലിയ പ്രഭാഷകനാണെന്ന് പറയാനല്ലേ, നീ വലിയ മുദരിസാണെന്ന് പറയാനല്ലേ നീ പഠിപ്പിച്ചത് പ്രസംഗിച്ചത്. അതുകൊണ്ട് അത് ജനങ്ങൾ ലോകത്ത് പറയപ്പെട്ടു പോയി. ഇന്നത്തെ മജ്‌ലിസ് കഴിഞ്ഞ് ഒരുപക്ഷെ എന്നെ കുറിച്ച്, എന്റെ പ്രസംഗത്തെ കുറിച്ച്, ഇന്നത്തെ ഇവിടുത്തെ നേതൃത്വത്തിനെ കുറിച്ച്, ഇവിടുത്തെ പ്രാർത്ഥനയെ കുറിച്ച്, എന്നെ കുറിച്ച് ഒരുപക്ഷെ പോസിറ്റീവായോ നെഗറ്റീവായോ രണ്ട് രീതിയിൽ ഒരുപക്ഷെ സംസാരങ്ങൾ നടന്നേക്കാം. അത് എന്റെ ആഗ്രഹം ഇതായിരുന്നു എങ്കിൽ ആ ലോകത്തോട് പറയപ്പെട്ടിട്ടുണ്ട്, നല്ല പ്രസംഗമായിരുന്നു, നല്ല ദുആആയിരുന്നു, അയാൾ നല്ലൊരു മുദരിസാണ്, ഫുൾ ടൈം ദർസാണ്. ഇതൊക്കെ ജനങ്ങൾ പറഞ്ഞു പോയി. പറയാനല്ലേ ചെയ്തത്, അത് നടന്നു കഴിഞ്ഞു. ധാരാളം ദാനധർമ്മം ചെയ്ത കണക്കുമായി വരുന്നവരോടും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ നൽകിയ സമ്പത്ത് നിന്റെ ത്വചികൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കാൻ, സ്ഥാപനങ്ങൾ നടത്താൻ, അതാ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, അങ്ങനെ പല പല നല്ല കാര്യങ്ങൾക്കും സാന്ത്വനത്തിന് വേണ്ടി ഞാൻ നിർവഹിച്ചു. അല്ലാഹ് നിന്റെ വചനത്തിന് വേണ്ടി നിർവഹിച്ചു എന്ന് പറയുമ്പോൾ കദബ്ത, കളവല്ലടോ പറഞ്ഞത്. ഇതേ ചോദ്യവും മറുപടിയും അതാ അവരോടൊക്കെ നടക്കുന്നു. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ചോദിക്കട്ടെ, എന്റെ ഇബാദത്ത് എവിടെ, എന്റെ ദർസ് എവിടെ, എന്റെ മറ്റു കർമ്മങ്ങൾ എവിടെ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും കഴിവിന്റെ പരമാവധി നിയ്യത്ത് നന്നാക്കണം. ഫതുഹിരിൽ ഖൽബ വസ്ഹബിൽ നിയ്യ, അതാ ഹൃദയം ശുദ്ധീകരിച്ച് നിയ്യത്ത് നന്നാക്കി അമലെടുത്തോ. എന്നാൽ റബ്ബിന്റെ മുന്നിൽ പ്രതീക്ഷയുണ്ട്. നമുക്ക് ഒരൊറ്റ അമലും സ്വീകരിച്ചതിന് ഇതുവരെ റെസിപ്റ്റ് കിട്ടിയില്ലല്ലോ. പള്ളിയിലേക്ക് സംഭാവന കൊടുത്തപ്പോ അതിന്റെ രേഖകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേ ഒരൊറ്റ നിസ്കാരത്തിന്റെ റെസിപ്റ്റ് ഇന്ന് വരെ കിട്ടിയില്ലല്ലോ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുള്ള കാലത്ത് സ്വഹാബത്ത് തൗബ ചെയ്തപ്പോൾ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇസ്മത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. അവിടെ വിശ്വസിക്കാൻ വകയുണ്ട്. അതേപോലെ വലിയ വലിയ അത്വാബുകൾ ചില കശ്മീർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. സയ്യിദി അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, അവരെ ചരിത്രത്തിൽ ധാരാളം കാണാം. അവര് ഒരു ഭൂമിക്കച്ചവടം ചെയ്ത കഥ പറയാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നൂറുൽ അബ്സാരി ഫീ മനാഖിബി അൻ-നബി മുഖ്താർ എന്ന് പറയുന്ന കിതാബിലടക്കം ഈ സംഭവത്തെ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലം ആവശ്യമുണ്ട്. ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലമാണ്. ആ സ്ഥലം വാങ്ങാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വില നൽകണം. ഈ ലോകത്തുള്ള വിലയല്ല, സ്വർഗത്തിലൊരു വീട് വേണം, അത് നിങ്ങൾക്ക് തരാൻ കഴിയുമോ? സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ വലിയ വിശ്വാസവും വലിയ സാമീപ്യമുള്ള മഹാനാണ്. അവിടുത്തെ കശ്മ കൊണ്ട് പറഞ്ഞു, ഓക്കെ റെഡി, അല്ല എഴുതി തരണം.
എഴുതി കൊടുത്തു, ഈ പറമ്പിന് പകരം സ്വർഗത്തിന് പറമ്പ്. സുബ്ഹാൻ. അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം വസിയ്യത്ത് ചെയ്തു, ആ പേപ്പർ കഫൻ പുടവയിൽ വെക്കണം. ആ കഫൻ പുടവയിൽ വെച്ച് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഒരു വടി നൽകിയിട്ടുണ്ട്, ആ വടി എന്റെ കഫൻ പുടവയിൽ വെക്കണം. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ കൈകളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ളുഹ്ർ ശരീഫ് ശറഫാക്കപ്പെട്ട നഖത്തിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതും ഷഅർ മുബാറക് ഉണ്ടായിരുന്നു. ഞാൻ മരണപ്പെട്ടാൽ ആ നഖത്തിന്റെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് എന്റെ രണ്ട് കണ്ണിന്റെ മുകളിൽ വെച്ചിട്ട് മഞ്ഞി വെക്കാൻ പാടുള്ളൂ, എന്നെ കഫൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് വസിയ്യത്ത് ചെയ്തു. ഷഅർ മുബാറക് എന്ന നാവിന്റെ ചുവട്ടിൽ വെക്കണം മയ്യത്തിന്റെ കൂടെ. മഹാന്മാരായ സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ആമിനു കമാ ആമനന്നാസ്. അന്നാസാവുന്ന സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണോ അതേ വിശ്വാസം പുലർത്തണം. ഞാൻ അതിലേക്ക് അടുക്കില്ല. ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം ആ എഴുത്ത് അദ്ദേഹത്തിന്റെ കഫൻ പുടവയിൽ വെച്ചു. നേരം പുലർന്നു നോക്കുമ്പോൾ ഖബറിന്റെ മുകളിൽ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ 100 കൊണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. സാധാരണ വായിക്കാൻ കഴിയൂല, 100 കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതാ ശൈഖ് റിഫാഇ തങ്ങൾ ഏറ്റെടുത്ത കാര്യം അതാ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വന്നു. അതുപോലെ ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്തട്ടെ. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു 2 മുരീദന്മാരുണ്ട്. ധാരാളം ആളുകൾ കൂടെ ഹജ്ജിന് വന്നതാ. ഈ 2 മുരീദന്മാര് സാധുക്കളാണ്, പൊട്ടീസ് ഒന്നും അറിയൂല. അപ്പൊ കൂടെയുള്ള ആൾക്കാരാരോ പൊട്ടീസാക്കി ചോദിച്ചു, ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോ ഞങ്ങളെ ഹജ്ജൊക്കെ സ്വീകരിച്ചതിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ, കഴുവന്റെ അടുത്ത് ചോദിച്ചോളി കിട്ടും എന്ന് പറഞ്ഞു. സാധുക്കളായ ആളുകൾ ചിലപ്പോൾ തമാശ പറ്റിക്കുമല്ലോ എന്ന പോലെ പറഞ്ഞതാണ്. ആ സാധുക്കൾ കഅബന്റെ അരികിൽ വന്നു. പ്രാർത്ഥനയോടെ പ്രാർത്ഥന തന്നെ. അത്ഭുതകരമായ രീതിയിൽ ഒരു പേപ്പർ വീഴുന്നു. ആ പേപ്പർ 2 ഭാഗവും തിരിച്ചു മറിച്ചു നോക്കി, അതിലൊന്നും കാണുന്നില്ല. ആ പേപ്പറുമായി അവര് സയ്യിദി അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു. ആ പേപ്പർ അങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, വല്ലാത്ത സന്തോഷം, എന്റെ 2 ശിഷ്യന്മാരെ ഹജ്ജ് സ്വീകരിച്ച് അവർക്ക് സ്വർഗം ഉറപ്പായല്ലോ. കൂടെയുള്ളവര് ചോദിച്ചു, അവരുടെ ഇതിലൊന്നും കാണാനില്ലല്ലോ, ഇതിലൊന്നും കാണാനില്ലല്ലോ. അതേ, നിങ്ങളെ കണ്ടുകൊണ്ട് കാണുന്നതല്ല, ഈ രേഖയിലുള്ളത് നൂറിനാൽ എഴുതപ്പെട്ടതാണ്. എന്റെ ഈ 2 മുരീദന്മാർ അവരെ ഹജ്ജ് ഖബൂലായിട്ടുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമായി എന്നതിന്റെ രേഖയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്, ദീർഘിച്ചു പോകുമെന്ന് കരുതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നത് അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരല്ല, മഹാന്മാരായത് പരിശുദ്ധമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ഹബീബായ നബി തങ്ങൾ കാണിച്ചു തന്ന സ്വഹാബത്ത് കൈമാറി തന്ന മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവർക്ക് ശേഷം 4 ഖുതുബുകളും അങ്ങനെ തുടങ്ങി മഹാന്മാരെ കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിച്ചത് കൊണ്ടാണ് എല്ലാവരും മഹാന്മാരായത്. ആരും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, ശരീഅത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടില്ല. എല്ലാവരും ശരീഅത്തിന്റെ നിയമങ്ങളിൽ അടിയുറച്ചിരുന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. തക്ലീഫ് നീങ്ങുന്ന ചില ഘട്ടങ്ങളിൽ അതാ ജദുവിന്റെ ഹാലുകൾ എന്ന് പറയും, ബുദ്ധി നീങ്ങുന്ന അവസ്ഥയുണ്ട്. ആ സമയത്ത് ചില മഹാന്മാരിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായി കണ്ടിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവർക്ക് തക്ലീഫില്ല. ഇമാം ശഅബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തവഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ധാരാളം ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ലാത്ത മുഴുവൻ മഹാന്മാരും എല്ലാവരും ഉന്നത മഹാന്മാരായത് പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ
തഖ്വയോടെ ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം.